തികച്ചും ഭ്രമാത്മകവും ഭാവനാത്മകവുമായ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ് മാധവിക്കുട്ടി. അവർ സത്യം എന്ന് പറയുന്നത് സത്യമേ ആയിരിക്കില്ല. എന്നാൽ അവർ പലപ്പോഴും നുണയാണെന്നും ഭാവനയാണെന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സത്യവുമാവും. വായനക്കാരനെ തൻ്റെ മാന്ത്രിക സ്പെല്ലിൽ ഇങ്ങനെ നിർത്തിയിട്ട് എന്ത് സത്യം എന്ത് മിഥ്യ എന്നറിയാത്ത ഒരവസ്ഥയിലാക്കിയിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിങ്ങളെന്താ മാധവിക്കുട്ടീനെ അനുകരിക്കണം? ഒരിക്കലുമല്ല. എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുകരണവും ഇല്ല. രണ്ട് വ്യത്യസ്തമായ രീതികളിലുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഞാൻ കൂടുതൽ പൊളിറ്റിക്കലി ലെഫ്റ്റാണ്. മാധവിക്കുട്ടിയുടെ ഇപ്പോൾ പൊക്രാനിൽ അണുബോംബ് പൊട്ടിച്ചപ്പോൾ പായസം വിളമ്പിയ ഞാനങ്ങനെ ചെയ്യില്ല. ഞാൻ യുദ്ധത്തിനോ ബോംബിനൊന്നും അനുകൂലമായിട്ടുള്ള മനുഷ്യനല്ല. അതുപോട്ടെ. അപ്പോൾ മാധവിക്കുട്ടി എന്ന് പറയുന്ന മാന്ത്രിക വിരലുകളുള്ള എഴുത്തുകാരി, അവർ സത്യമേത് മിഥ്യ ഏത് എത്ര ശതമാനമുണ്ട് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ എഴുതിയ ഒരു സാധനത്തിൽ എനിക്ക് പറയാവുന്നത് അതിൽ 110% സത്യങ്ങൾ, കഥകളാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ, അതിൽ ഓരോ മനുഷ്യരെയും എനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതാള്